ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഞായറാഴ്ചയാണ്. രാവിലെ നമ്മൾ സാധാരണ പോകുന്നൊരു അമ്പലം ഉണ്ട്, വെങ്കമല. ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്ക മാസത്തിൽ ഒരു ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ കസിൻ ചേച്ചി ശ്രീ ചക്കി അവളും കൂടിയിട്ട് ഇന്ന് അവിടെ പോവുകയാണ്. സാധാരണ സൗമ്യൊക്കെ വരാറുണ്ട്, പക്ഷേ ഇന്ന് അവൾക്ക് രാവിലെ വർക്കുള്ളതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും അവൾ മാത്രം ഒരു വണ്ടിയിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇതുവരെ വന്നില്ല. അല്ലൂസിനെ കാണിച്ചു തരാം. അല്ലൂസിനെ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാണ്, പക്ഷേ സുഖമില്ലാത്തതുകൊണ്ട് അല്ലുവിന് ചെറിയ പനിയൊക്കെ ഉണ്ട്. പനി, ചുമ, അതൊക്കെ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പം അവൾ രാവിലെ കുളിപ്പിക്കട്ടാന്ന് വിചാരിച്ച് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൾ അച്ഛൻ വരും. അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അച്ഛൻ വിളിക്കാൻ വരും. അതുകൊണ്ട് അവളെ ഇന്ന് കൊണ്ടുപോകണില്ല. ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അവളെ 7 മണിക്ക് പോകാമെന്ന് പറഞ്ഞാണ്, പക്ഷേ 7:30 ആളെ കാണാനില്ല. നോക്കാം വരുമോ. അങ്ങനത്തെ 7 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ 7:15 എത്തിയിട്ടുണ്ട്. ചേച്ചിയും ഞാനും കൂടിയാണ് പോകുന്നത്. എൻ്റെ വണ്ടി പോകാമെന്ന് വിചാരിച്ച് എനിക്കത് ഓടിക്കാനാണ് കോൺഫിഡൻസ് കേട്ടോ. നീ വരാമെന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠതയുണ്ടോ? ഞാൻ വീഡിയോയിൽ ഇന്ന് എടുത്തിടും 7 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് 7:15 വന്നതെന്ന് വീഡിയോയിൽ എടുത്തിടുമെന്നൊക്കെയാണ് വന്നപ്പോഴേ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ അമ്മ പുറത്ത് വന്നിട്ടുണ്ട്. അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അമ്മയ്ക്ക് വരാനൊന്നും താല്പര്യമില്ലായിരുന്നു. രാവിലെ ആയതുകൊണ്ടായിരിക്കും അമ്മ വന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. ഞാൻ ഫ്രണ്ടിൽ പോകുന്ന ചേച്ചിയെ കണ്ടു. ആ ചേച്ചിയൊക്കെ അങ്ങോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. കയ്യിൽ പൊങ്കാലയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വിറകൊക്കെ ഇരിപ്പുണ്ട്. ഇത് വരുന്നത് വെഞ്ഞാറമൂടിൽ നിന്ന് റൈറ്റ് കയറി കുറേ പോകുമ്പോഴത്തേനും തേമ്പാമൂട് എന്നുള്ളൊരു ജംഗ്ഷൻ ഉണ്ടാവും. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോഴത്തേനും കുറച്ചുകൂടി പോകുമ്പോഴത്തേനുമാണ് ഇത് വരുന്നത്. ആ റോഡ് സൈഡിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ബോർഡ് ഉണ്ടാവും. വേങ്കമല അമ്പലത്തിൻ്റെ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ബോർഡ് ഉണ്ടാവും. അതുകൊണ്ട് വേങ്കമല ഭഗവതി ക്ഷേത്രം അങ്ങനെ എന്തോ ഒരു ബോർഡുണ്ട്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കുറച്ചൊരു 2-3 കിലോമീറ്ററേ ഉള്ളൂ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ മുന്നേ പോകുന്നവരും അങ്ങോട്ടേക്ക് പോകുന്നവരാണെന്ന് തോന്നുന്നു. കുറേ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. കുഞ്ഞൊരു റോഡാണ്. അപ്പോൾ ഇതാണ് അമ്പലം. റൈറ്റ് സൈഡിലായിട്ടൊരു പാർക്കിംഗ് ഉണ്ട്. അവിടെയാണ് സാധാരണ വെച്ചിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ ചില ഞായറാഴ്ചകളിൽ ഒത്തിരി തിരക്കൊന്നും കാണത്തില്ല, പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. പാർക്കിങ്ങിൽ നിറയെ വണ്ടികളുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ വണ്ടി വെക്കാൻ നേരത്ത് ഒത്തിരി വണ്ടികളൊന്നും കാണത്തില്ല, പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. അകത്തോട്ട് ചെല്ലുമ്പോൾ അറിയാം. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേനും വീഡിയോ അകത്ത് എടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ഇതുവരെയും. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ അങ്ങനെ വീഡിയോ ഇതിന് വേണ്ടിയിട്ട് ഷോർട്സിന് വേണ്ടിയിട്ട് ചെറിയ ക്ലിപ്പുകൾ എടുക്കുമെന്നല്ലാതെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. അപ്പോൾ കിട്ടുവാണെന്ന് വീഡിയോ എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതാണ് അവിടെ നിന്ന് വണ്ടി വെച്ചിട്ട് കുറച്ച് നടക്കാറുണ്ട്. ആ പോകുന്ന വശത്ത് ഇങ്ങനെ മലക്കറി ഇതൊക്കെ അവിടെ ഉണ്ടാവുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. മലക്കറികൾ, പയർ, ചീര, മരിച്ചിനി. എനിക്ക് തോന്നുന്നു മരിച്ചിനി അവിടെ വണ്ടിയിൽ കൊണ്ട് ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവരുന്നതായിരിക്കും. ഈ ചെടികൾ പതിവില്ലാതെ അവിടെ വച്ചേക്കുന്നതാണ്. ചെടികളുണ്ടായിരുന്നു. പിന്നെ ഈ കളിപ്പാട്ടം ഒക്കെ സ്ഥിരം അവിടെ ഉണ്ടാകുന്നതാണ്, സ്ഥിരം കടകളാണ്. ഇവിടെ ചൊവ്വ, വെള്ളി, ഞായർ ഈ ഒരു 3 ദിവസമാണ് അവിടെ സാധാരണ അമ്പലം തുറക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ അമ്പലം തുറക്കാറില്ല. ഈ 3 ദിവസമേ തുറക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയായിരിക്കും തിരക്ക് നല്ല രീതിയിൽ കൂടുതലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ആ ഫ്രണ്ട് ഇരിക്കുന്ന ഒരു 3-4 കടയുണ്ടല്ലോ, അവിടെ നിന്നാണ് പൂക്കൾ മേടിക്കുന്നത്. നമ്മൾ സ്ഥിരം വന്നിട്ട് ഇവിടെ നിന്ന് മേടിക്കാറാണ് പതിവ്. ഒരു തെച്ചിഹാരം മേടിക്കും, പിന്നെ ആ മഞ്ഞ അരളി അതങ്ങനെയാണ് തരുന്നത്. പിന്നെ പാക്കും വെറ്റ മുത്തപ്പന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാക്കും വെറ്റ മേടിക്കുന്നത്. അപ്പം മിക്കവാറും ഈ പയ്യൻ്റെ നിന്നായിരിക്കും മേടിക്കുന്നത്. അവളും മേടിച്ച്, ഞാനും മേടിച്ചു. എനിക്ക് തോന്നുന്നു ഒരു മഞ്ഞഹാരം, ഒരു തെച്ചിഹാരം, പിന്നെ പാക്കും വെറ്റം, ഇത് 3ഉം കൂടിയിട്ട് 120 രൂപയും കണ്ടാണ് സാധാരണ മേടിക്കുന്നത്. അപ്പോൾ ഞാനും അവൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്പലത്തിൻ്റെ അകത്തോട്ടാണ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അവൾ വന്നിട്ടില്ലായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്. ഒത്തിരി സ്ഥലമൊന്നുമില്ല കേട്ടോ. കയറി പോകുന്ന സ്ഥലത്തൊക്കെ ചെറിയൊരു സ്ഥലമാണ്, പക്ഷേ അകത്ത് നല്ല സ്ഥലമുണ്ട്.
ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അവൾ വന്നില്ല ഇതുവരെ. കയറി ചെല്ലുമ്പോഴത്തേനും ഇത് റൈറ്റ് സൈഡിലായിട്ട് കാളിയാണ്, ഇപ്പുറവശത്ത് വനദുർഗ, അങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ചുമന്ന തെച്ചിഹാരം ആ റൈറ്റ് സൈഡിലെ നടയിൽ വെക്കും. മഞ്ഞ മറ്റേ ജമന്തി ഇപ്പുറത്ത് വനദുർഗയ്ക്ക് വെക്കും. അങ്ങനെയാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ രണ്ടിടത്തും തൊഴുത് പ്രസാദം വാങ്ങിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ ആ ഫ്രണ്ടിലുള്ളത്. അവിടെ നിന്ന് കറങ്ങി ബാക്ക് സൈഡിൽ കൂടി പോകുന്ന സമയത്ത് അവിടെ നിറയെ പൊങ്കാല ഇട്ടിട്ടുണ്ടാവും. സാധാരണ ഇത് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ച് അവിടെ പോയി പ്രാർത്ഥിക്കുക, അർച്ചനകൾ ചെയ്യുക, കാര്യം സാധിക്കുന്ന സമയത്ത് ഇവിടെ വന്നിങ്ങനെ പൊങ്കാല ഇടും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പേരൊക്കെ പൊങ്കാല ഇടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ അവർ വന്ന് അവിടെ നിന്ന് പൊങ്കാല ഇടുന്നത്. അങ്ങനെ കുറേ പൊങ്കാല ഇന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നടക്കുമ്പോഴാണ് ഈ ഇടതുവശത്ത് താഴോട്ടായിട്ടാണ് മുത്തപ്പൻ്റെ നട. അവിടെ വെറ്റില പാക്ക് മാത്രമല്ല കള്ള് വെക്കും. കള്ള് വെക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കള്ളെന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മുടെ ആൽക്കഹോൾ ലിക്കറാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അത് നമുക്ക് പുറത്തുനിന്നും കൊണ്ടുവയ്ക്കാൻ പറ്റും. ഇന്നും അങ്ങനെ കണ്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ചെറിയ ബോട്ടിലാണ് വെക്കുന്നുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ പോകുന്ന സമയത്ത് വലിയ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കുപ്പികൾ അതൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. ഇന്ന് അത്രയൊന്നും ഇല്ലായിരുന്നു, അവിടെ നിന്ന് മേടിച്ച് വെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ കോഴി, ആട് ഇതൊക്കെ നടക്കി വെക്കുക. അത് അവിടെ തന്നെ ഉണ്ട്. അവിടെ ചെന്ന് കാശ് അടച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു കോഴിക്ക് 500, ആടിന് 2000 അങ്ങനെ എന്തോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്, അവിടെ എഴുതി വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്ഥിരം ഇവിടെ മധുരക്കിഴങ്ങൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അത്രയൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്നും തീർന്നിട്ടുണ്ടാവോ, തിരക്കായതുകൊണ്ട് തീർന്നിട്ടുണ്ടാവോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നപ്പോഴത്തേനും പയറ് നല്ലതാണെന്ന് തോന്നിയായിരുന്നു. അങ്ങനെ പയറ് മേടിച്ചു, ഞാനും മേടിച്ച്, അവളും മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങളെല്ലാ മാസവും പോകും കേട്ടോ. മാസത്തിൽ ഒരു ഞായറാഴ്ച, ഏതെങ്കിലും ഞായറാഴ്ച ഞങ്ങൾക്ക് പറ്റുന്ന ഒരു ഞായറാഴ്ച ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ്, ഇന്ന് സൗമ്യയില്ല, ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഇന്നും പോയി തൊഴുതിട്ട് വന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.